Yeshua, we love you, Lord. Mama sento Lord. Yeshua, we love you, Lord. Oh, we be dando le andase. Oh, la mashakandane li prosanta. Idi balashande le kona marade. Yeshua. We honor you, Lord. We glorify you. Your name is holy, Yeshua. Thank you for your presence. Aramarna nimmagathyagate ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ഞാൻ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ പകരം എന്തു നൽകും ഞാനിനി പൂർണ്ണമായി നൽകുന്നു പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. യേശുവേ, ഈ സമയം ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരുന്നപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്നേഹിക്കുന്നു യേശുവേ. ഈ രാത്രിയിൽ അല്പം കൂടെ ആഴമായ സാന്നിധ്യം അനുഭവിക്കാം. ഞങ്ങളുടെ ചിന്തകൾക്കും ഞങ്ങളുടെ അറിവുകൾക്കും അപ്പുറം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഇറങ്ങി വരാം. ഞങ്ങൾ കൊതിക്കുന്നു. ഈ സമയം മോശയെ ആ പാറയുടെ പിളർപ്പിൽ കൊണ്ടുപോയതുപോലെ പത്രോസെ, യാക്കോബെ, യോഹന്നാനെ, നമുക്ക് മറുരൂപ മലയിലേക്ക് പോകാം. സംതിങ് സ്പെഷ്യലായി ആ മഹത്വത്തെ വെളിപ്പെടുത്താം, ആ
ആ തേജസ്കരിക്കപ്പെട്ട ഭാവത്തെ ഒന്ന് കാണിക്കാം. വിളിച്ചതുപോലെ ഈ സമയം എൻഡ് ടൈം റിവൈവൽ ഫാമിലി, എൻഡ് ടൈം റിവൈവൽ ഈ പേജിലൂടെ ഞങ്ങളെ കാണുന്ന, ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന സഹോദരങ്ങളെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യട്ടെ. We welcome Holy Spirit. We welcome you angels. ആരാധന യേശുവിൻ മാത്രം, എല്ലാ സ്തുതികൾക്കും യോഗ്യൻ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. നടുവിൽ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും നടുവിൽ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാ മാറത്ത് പൊൻകച്ചയാണിഞ്ഞു, മാറത്ത് പൊൻകച്ചയാണിഞ്ഞു അണിഞ്ഞു ഞാൻ ഇരിക്കുന്നവരെ, ഭയപ്പെട്ടിരിക്കുന്നവരെ, പത്മോസിന്റെ ആ ദ്വീപിനകത്ത് യോഹന്നാൻ കണ്ടതുപോലെ ഇന്ന് നിന്റെ മുറിക്കകത്ത് യേശുവിനെ കാണാൻ തയ്യാറാകുക. വെറുതെ ഒരു ഗാനം കേൾക്കുന്നത് പോലെ ഈ സെക്ഷനുകൾ പാഴാക്കരുത്. ഗെറ്റ് റെഡി, ആത്മാവിൽ തയ്യാറാകുക. ഒരു ഇലക്ട്രിക് ഉപകരണം അത് പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതിയുമായി കണക്ട് ആകുന്നത് പോലെ, പ്ലഗ് ഇൻ ചെയ്യുന്നത് പോലെ ഈ അന്തരീക്ഷവുമായി കണക്ട് ആകുക. ആ മാറത്ത് പൊൻകച്ചയണിഞ്ഞവനെ കാണാം. അവരാദ്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആഗ്രഹത്തോടെ ഈ രാത്രി ഈ ശബ്ദം നിങ്ങളുടെ മുറിക്കകത്ത് നിന്ന് ഉയരട്ടെ. ഈ
നിന്റെ അതരത്തിൽ നിന്ന് ഉയരട്ടെ. നിന്റെ രൂപം എനിക്ക് വേണം അപ്പാ, ആ ഭാവം എനിക്ക് വേണം. സ്വർഗീയ തലങ്ങളിൽ ഇരുന്ന് ലോകത്തെ വീക്ഷിക്കാൻ, സ്വർഗീയ തലങ്ങളിൽ ഇരുന്ന് നാം ആകുന്ന വ്യക്തിയെ വീക്ഷിക്കാൻ, നമുക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമുക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ സ്വർഗീയ തലങ്ങളിൽ നിന്ന് വീക്ഷിക്കാൻ ആ രൂപം, ആ ഭാവം എനിക്ക് വേണം. ലോകം അത് കാണണം. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത്. ഒരു മാനുഷിക സ്വഭാവവും ഞങ്ങളുടെ മേലില്ല. ഒരു ദൈവപുത്രന്റെ സ്വഭാവം ഞാൻ അവനിൽ കാണുന്നു. ഇതുപോലെ ഞങ്ങളുടെ സ്വഭാവത്തെ മാറ്റണമേ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയോ നിന്റെ ആത്മശക്തിയും എന്നിൽ ആദ്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീയായേശുവേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 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 ശരബദയാതരേ. ഹല്ലേലൂയ. യേശുവേ, ഈ രാത്രി ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തോട് കടന്നു വരുന്നു. ഞങ്ങൾക്കറിയാം അപ്പ, ഈ ദിവസങ്ങളിൽ ഒത്തിരി പേർ രോഗത്താൽ ഭാരപ്പെടുന്നു, ഒത്തിരി പേർ നിരാശയാൽ ഭാരപ്പെടുന്നു, ഒത്തിരി പേർ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കൊതിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ദൈവമായി കൊണ്ടുവന്ന സാഹചര്യമാണ്. ഇത് ദൈവമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയതാണപ്പ. എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഞങ്ങൾക്ക് അങ്ങയുടെ വാക്കിൽ വിശ്വാസമാണ്. ആ ചിറകുകൾ കൊണ്ട്, ആ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കുന്നു. യേശുവേ, ഭദ്രമായ അവന്റെ കരകളിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഏതൊക്കെ പട്ടണങ്ങളിലിരുന്ന്, ഏതൊക്കെ രാജ്യങ്ങളിലിരുന്ന് ഈ സെക്ഷൻ കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിനകത്ത് ഇങ്ങനെ ചില വാക്കുകൾ പറയുന്നു. ഇങ്ങനെയുള്ളവർക്ക് എന്തും പറയാം, ഞങ്ങളല്ലേ അനുഭവിക്കുന്നത്, ഞങ്ങളല്ലേ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത്. ആ ചിന്തകളൊക്കെ മാറ്റി, യെസ്, ഐ ആം പ്രൊഫറ്റിക്കലി സ്പീക്കിംഗ്, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഹേ സഹോദരങ്ങളെ, ദാവീദിനെ ചുറ്റിക്കൊണ്ടാണ് അവനെ കൊല്ലാൻ സൈന്യം വന്നത്. ഒരുവനെ കൊല്ലാൻ 100-ലധികം രാജാവും സൈന്യങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഭയപ്പെട്ടില്ല. മോശ ജനിച്ചപ്പോൾ ആ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങളും മരിച്ചു, പക്ഷെ മോശ മരിച്ചിട്ടില്ല.
യേശു ജനിച്ചപ്പോൾ ആ തലമുറയിൽ ജനിക്കപ്പെട്ട സകലരും മരിച്ചു, പക്ഷെ യേശു മരിച്ചിട്ടില്ല. അവന്റെ വാക്കിൽ വിശ്വസിക്കുന്ന നിങ്ങൾ സെക്യൂർ ആണ്. നിങ്ങൾ ആരും ചിന്തിക്കരുത് ഇവർക്കൊക്കെ എന്ത് വേണോ പറയാം, അവരൊക്കെ സേഫായ സ്ഥലങ്ങളിലാണ്. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ. ആ വാക്ക് വിട്ടുകളാ. ട്രസ്റ്റ് ചെയ്യുക. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നപ്പ. ഓ, എന്റെ ആശ്രയം നിന്നിലാണ്. യേശുവേ, നിൻ മുഖം കാണുക ആശയേ. യേശുവേ, നിൻ സ്വരം കേൾക്കുക. ഈ അന്തരീക്ഷത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഇതാണ് പറയണം. അപ്പൊ എനിക്ക് നിന്റെ മുഖം കാണണം. ഈ ഒരു വർഷം വരെ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം വരെ, ഞാൻ ജനിച്ച നാൾ മുതൽ നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയാലും എന്നെ തേടി വരുന്നവനാണ്. എന്റെ മുൻപും പിൻപും അടച്ചു നീ എന്നെ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സാഹചര്യം എന്റെ തിരക്കുകളൊക്കെ ഒഴിച്ച ഇവിടെ ഇരുത്തിയെങ്കിൽ, എന്റെ തിരക്കുകൾ അല്പം ഒന്ന് മാറ്റി സ്വസ്ഥമായി അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയും. ആ മുഖം ഒന്ന് കാണണം. എനിക്കതാണ് ആഗ്രഹം. എനിക്കതാണ് ആഗ്രഹം. ഒന്ന് പറയാമോ? എന്റെ വാഞ്ച ഏതാണ്? ഓ യേശുവേ, നിൻ മുഖം കാണുക ആശയേ. യേശുവേ, നിൻ സ്വരം കേൾക്കുക വാഞ്ച. യേശുവാ, ഓ നിൻ മുഖം കാണുക കാണുക ആശയേ. ഓ യേശുവേ, നിൻ സ്വരം കേൾക്കുക വാഞ്ചയേ. ഓ ലോകത്തേക്കാൾ, ലോകസുഖത്തേക്കാൾ പ്രിയനൊപ്പമുള്ള ജീവിതം മതി. ലോകത്തേക്കാൾ, ലോകസുഖത്തേക്കാൾ പ്രിയനൊപ്പമുള്ള ജീവിതം. ഈ ലോകത്തേക്കാൾ, ലോകത്തേക്കാൾ, ലോകസുഖത്തേക്കാൾ പ്രിയനൊപ്പമുള്ള ജീവിതം. ലോകത്തേക്കാൾ, ലോകത്തേക്കാൾ, ലോകസുഖത്തേക്കാൾ പ്രിയനൊപ്പമുള്ള ജീവിതം. യേശുവാ, യേശുവേ, നിൻ മുഖം കാണുക കാണുക ആശയേ. യേശുവേ, യേശുവേ, നിൻ സ്വരം കേൾക്കുക വാഞ്ചയേ. യേശുവേ, അങ്ങയുടെ മുഖം ഇപ്പോൾ ചിലർക്ക് പ്രത്യക്ഷമാകട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ആരാധനയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നു, സ്തുതികളുടെ മീതെ വസിക്കുന്നവനായ യേശുവേ, അങ്ങയുടെ ലാസ്റ്റ് ടൈം ആഴത്തിലെന്നോടും
ആഴത്തിലേക്ക് ഞങ്ങളോട് ഇടപെടണമേ അപ്പ. ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവിൽ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. സഹോദരങ്ങളുടെ മേലേക്ക് ദൈവ സാന്നിധ്യം ശക്തമായി അടിക്കുന്നു. ഭയത്തിന്റെ ആത്മാവിനെ പുറത്താക്കുന്ന തികഞ്ഞ ദൈവസ്നേഹം. ലോകത്തെ ഭയം, രോഗത്തെ ഭയം, എല്ലാത്തിനെയും ഭയത്താൽ മൂടിയിരിക്കുന്ന സഹോദരങ്ങളുടെ മേൽ തികഞ്ഞ ദൈവസ്നേഹം ഇറങ്ങി വരട്ടെ. എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുക. എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു തിരുമുൻപിൽ കാഴ്ചവയ്ക്കുക. എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ, തിരുമുൻപിൽ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നത് ഓർക്കുമ്പോൾ, അങ്ങ് ഞങ്ങളെ പോറ്റുന്നത് ഓർക്കുമ്പോൾ, ഒന്നുമില്ലായ്മയിലും
എല്ലാം ഉള്ളവരെക്കാൾ അധികമായി നമ്മെ നടത്തുന്നത് ഓർക്കുമ്പോൾ we love you Jesus. ഈ സെക്ഷനിലൂടെ പരിശുദ്ധാത്മാവ് ഭയത്തിന്റെ ആത്മാവിനെ നിശ്ചയമായി നിങ്ങളുടെ പട്ടണത്തിൽ നിന്നും തുരത്തി കളയാൻ പോവാണ്. ഭയം ഇല്ലാതാകാൻ പോവാണ്. പ്രാപിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയണം. ചില അമ്മമാരും സഹോദരങ്ങളും വിദേശത്തായിരിക്കുന്നവരെ ഓർത്ത് ഭയപ്പെടുന്നു. കർത്താവിൽ ആശ്രയിക്കുക, ഭയത്തെ പുറത്താക്കുക. നീ ഭയക്കുന്നത് എന്തോ അത് നിനക്ക് സംഭവിക്കും. പ്രത്യേകിച്ച് വിശ്വാസികൾ, കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരു വിശ്വാസിയാണോ? ഭയം വേണ്ട, അവൻ നന്നായി നമ്മെ പോറ്റും. അവന് കൊടുക്കാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ജീവിതകാലം മുഴുവൻ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം, ആ ക്രൂശിലെ സ്നേഹത്തിന് പകരം നൽകാം. എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. യേശുവേ, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവീട്. ഇതുപോലെ ഇല്ല ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവീടമേ. തിരുമുമ്പിൽ കാഴ്ചവയ്ക്കുക എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുക എന്റെ ഹൃദയം അർപ്പിച്ചിടും. തിരുമുമ്പിൽ കാഴ്ചവയ്ക്കുക എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുക എന്റെ ഹൃദയത്തെ ഞാൻ അർപ്പിക്കുന്നു. എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ ആഴമായി ഞങ്ങൾ അങ്ങ് കാണുകയാണ്. ഒരു വ്യക്തി, ഒരു കുഞ്ഞ് ജീവിച്ച് വളരുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അവൻ പക്വത പ്രാപിക്കുമ്പോൾ അനേക കാര്യങ്ങൾ അറിയുന്നത് പോലെ, തൻ്റെ അപ്പനെ കുറിച്ച് അവൻ വീണ്ടും അറിയുന്നത് പോലെ, തൻ്റെ അമ്മയെ കുറിച്ച് അവൻ വീണ്ടും അറിയുന്നത് പോലെ, കർത്താവേ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ആഴമായി അറിയുക, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ആഴമായി അറിയുകയാണ്, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ആഴമായി അറിയുകയാണ്. യേശുവേ, we love you, we love you, we love you, we love you. കർത്താവേ, അത്യുന്നതമ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ
യേശുവേ. ആ നാമത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ നിന്റെ മക്കളാണ്. ഓ ആരാധവേലേ റബസന്ദനായ പരിശുദ്ധനേ, നിൻ സാന്നിധ്യം മാത്രം മതി. എന്നേശുവേ, നിൻ സാന്നിധ്യം മാത്രം മതി. പരിശുദ്ധനേ, പരിശുദ്ധനേ, നിൻ സാന്നിധ്യം മാത്രം മതി. എന്നേശുവേ, നിൻ സാന്നിധ്യം മാത്രം മതി. പരിശുദ്ധനേ, നിൻ സാന്നിധ്യം മാത്രം മതി. അത് മാത്രം മതി ഞങ്ങൾക്ക്. എന്നേശുവേ, നിൻ സാന്നിധ്യം മാത്രം മതി. ഇത്രയാഴമാ എന്നെ സ്നേഹിച്ചിടുവാൻ ആർക്കുമാവതില്ലേ. അതിശ്രേഷ്ഠമായി എന്നെ മാനിച്ചിടുവാൻ വേറെ ആരുമില്ലേ. ഇത്രയാഴമായി എന്നെ സ്നേഹിച്ചിടുവാൻ ആർക്കുമാവതില്ലേ. അതിശ്രേഷ്ഠമായി എന്നെ മാനിച്ചിടുവാൻ വേറെ ആരുമില്ല. ഇത്രയാഴമായി എന്നെ സ്നേഹിച്ചിടുവാൻ ആർക്കുമാവതില്ലേ. അതിശ്രേഷ്ഠമായി എന്നെ മാനിച്ചിടുവാൻ വേറെ ആരുമില്ലേ. ഇത്രയാഴമായി എന്നെ സ്നേഹിച്ചിടുവാൻ ആർക്കുമാവതില്ലേ. അതിശ്രേഷ്ഠമായി എന്നെ മാനിച്ചിടുവാൻ വേറെ ആരുമില്ലേ. ആ പാറമേലെന്നെ നീ ഒന്നു നിർത്തിയിടണേ. ആ പൊന്മുഖം കാണുവാൻ എന്നെ ചേർത്തു നിർത്തിയിടണേ. ആ പാറമേലെന്നെ നീ ഒന്നു നിർത്തിയിടണേ. ആ പൊന്മുഖം കാണുവാൻ എന്നെ ചേർത്തു നിർത്തിയിടണേ. പരിശുദ്ധനേ, നിൻ സാന്നിധ്യം മാത്രം മതി. എന്റെ യേശുവേ, എന്നേശുവേ, നിൻ സാന്നിധ്യം മാത്രം മതി. പരിശുദ്ധനേ, പരിശുദ്ധനേ, നിൻ സാന്നിധ്യം. ഞങ്ങൾ വീണ്ടും വീണ്ടും അത് പറയുന്നു. നിന്റെ സാന്നിധ്യം മാത്രം ഞങ്ങൾക്ക് മതി. അപ്പാ, അങ്ങ് തരുന്ന എല്ലാ ദാനത്തേക്കാൾ അധികം ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തെ കൊതിക്കുന്നു. അങ്ങ് തരുന്ന എല്ലാ ബന്ധങ്ങളെക്കാൾ ഉപരി അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ കൊതിക്കുന്നു. അത് മാത്രം, അത് മാത്രം. എന്നേശുവേ, എന്നെ അടുത്തറിഞ്ഞ കൂടെ വന്നിട ആർക്കുമാവതില്ലേ. അതിശ്രേഷ്ഠമായി എന്നെ മാനിച്ചിടു വേറെ ആരുമില്ലേ. ഓ കൂടെ വന്നിടാൻ ആർക്കുമാവതില്ലേ. വിട്ടുപിരിഞ്ഞിടാതെന്നെ കൂടെ നിർത്തിടാൻ വേറെ ആരുമില്ലപ്പാ. എന്നെ അടുത്തറിഞ്ഞെന്റെ കൂടെ വന്നിടാൻ ആർക്കുമാവതില്ലേ. വിട്ടുപിരിഞ്ഞിടാതെന്നെ കൂടെ നിർത്തിടാൻ വേറെ ആരുമില്ലേ. എന്നെ അടുത്തറിഞ്ഞ് അപ്പൻ അറിയുന്നതിന് പരിധിയുണ്ട് സഹോദരങ്ങളെ. വേറെ ആരറിയുന്നതിനും പരിധിയുണ്ട്. ഭാര്യ പോലും അറിയുന്നതിന് പരിധിയുണ്ട്. ഭർത്താവ് അറിയുന്നതിന് പരിധിയുണ്ട്. മക്കൾ അറിയുന്നതിന് പരിധിയുണ്ട്. സ്നേഹിതന്മാർ അറിയുന്നതിന് പരിധിയുണ്ട്. പക്ഷെ ആ ഹൃദയം അടുത്തറിഞ്ഞ് എന്നെ അടുത്തറിഞ്ഞെന്റെ കൂടെ വന്നിട ആർക്കുമാവതില്ലേ. വിട്ടുപിരിഞ്ഞിടാതെന്നെ കൂടെ നിർത്തിട വേറെ ആരുമില്ലേ. ഇത്രയടുത്തറിഞ്ഞെന്നെ വേറെ ആരുമില്ലപ്പാ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ല അങ്ങേ പോലെ ഒരാളെ ഇത്ര അടുത്തറിഞ്ഞ് എന്നെ വിട്ടു പിരിയാതെ. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ലോകത്തിലെ സ്നേഹിതന്മാർ കളഞ്ഞിട്ട് പോകും. നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അപ്പനും അമ്മയും നിന്നെ കൈവെടിയും. സഹോദരങ്ങൾ പോലും നിന്നെ തള്ളിപ്പറഞ്ഞിരിക്കും. പക്ഷേ തെറ്റുകാരനെന്ന് അറിഞ്ഞിട്ടും അപ്പന്റെ സ്വത്തെല്ലാം തകർത്തവനാ മകൻ. അപ്പന്റെ ഹൃദയം മുറിവേൽപ്പിച്ചിട്ട് പോയവനാ പുത്രൻ. എനിക്ക് എന്റെ വസ്തുവകകൾ വേണം. അപ്പൻ ചിന്തിച്ചത് അതല്ല. എനിക്ക് ആശ്രയമായി, എനിക്ക് താങ്ങായി തണലായി അവൻ നിൽക്കുമെന്ന്. പക്ഷേ ആ വാക്ക് കേട്ടപ്പോൾ അപ്പന്റെ മനസ്സ് വളരെ തകർന്നു. എന്നിട്ടും മടങ്ങി വരുമ്പോൾ 1% പോലും വെറുപ്പില്ല. ദൈവത്തെ മറന്നുപോയ സഹോദരങ്ങളെ, തിരക്കേറിയ ജീവിതത്തിൽ ദൈവത്തെ മറന്നുപോയവരെ, ഇതാണ് തക്ക സമയം. ദൈവത്തെ മറന്നിട്ട് ദൈവം തന്ന ദാനത്തിൽ ആസ്വദിച്ചവരെ, ദൈവ സാന്നിധ്യത്തെ മറന്നിട്ട് ദൈവം തന്ന സമ്മാനങ്ങളിൽ ആസ്വദിച്ചവരെ, ദൈവം തന്ന ബന്ധങ്ങളിൽ ആഹ്ലാദിച്ചവരെ, പലപ്പോഴും ആ മുഖത്തെ നിങ്ങൾ മറന്നുപോയി. പക്ഷേ ആ അപ്പൻ ഈ രാത്രി നിങ്ങളെ വിളിക്കുന്നു. ഞാൻ നിന്റെ അരികിലുണ്ട് മക്കളെ, ഞാൻ നിന്റെ അടുത്തുണ്ട്. എന്റെ അടുത്തറിഞ്ഞെന്റെ കൂടെ വന്നിട്ട് ആർക്കുമാവതില്ലേ. വിട്ടു പിരിഞ്ഞിടാതെ എന്നെ കൂടെ നിർത്തിടാൻ വേറെ ആരുമില്ലേ. ഇത്ര അടുത്തറിഞ്ഞെന്റെ കൂടെ ആർക്കുമാവതില്ലേ. പലരും നിന്റെ വാക്കുകൾ കേട്ട്, നിന്റെ തെറ്റുകൾ കണ്ട് കടന്നു പോയപ്പോഴും അവൻ മാറാതെ അരികിൽ. ഒരു സ്നേഹിതനെ പോലെ എന്റെ കൂടെ വന്നിടണേ. വിട്ടു പിരിഞ്ഞിടാതെ നീ നിന്റെ കൂടെ നിർത്തിയിടണേ. അപ്പാ ഒരു സ്നേഹിതനെ പോലെ എന്റെ കൂടെ വന്നിടണേ. വിട്ടു പിരിഞ്ഞിടാതെ നീ ഒരു സ്നേഹിതനെ പോലെ എന്റെ കൂടെ വന്നിടണേ. വിട്ടു പിരിഞ്ഞിടാതെ നീ. ഓ പരിശുദ്ധനെ, നിൻ സാന്നിധ്യം മാത്രം മതി മതി. എന്നേശുവേ നിൻ സാന്നിധ്യം. ആ അപ്പൻ നമ്മെ വിളിക്കുകയാണ്. പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ അപ്പന്റെ കൈകളിലാണ്. ആ അപ്പൻ ഈ രാത്രി പറയുന്നു, മക്കളെ എന്റെ കയ്യിൽ മാത്രം നോക്കല്ലേ, എന്റെ ഹൃദയത്തേക്ക് നോക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. ആ അപ്പൻ കൊതിക്കുകയാണ്. നിങ്ങളുടെ നോട്ടം അവന്റെ കൈകളിൽ നിന്നും അവന്റെ ഹൃദയത്തിലാകാൻ അപ്പൻ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ അവന്റെ കയ്യിലെ നന്മയിലേക്കാളും അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കാൻ ആ അപ്പൻ കൊതിക്കുന്നു. ഒരു നിമിഷം പോലും ഉറങ്ങാതെ, ഒരു നിമിഷം പോലും മയങ്ങാതെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവന്റെ കണ്ണുകളിലേക്ക് നോക്കാം. ബൈബിളിനകത്തെ ഗദ്യമാകട്ടെ, പദ്യമാകട്ടെ, ചരിത്രമാകട്ടെ, വെളിപ്പാടാകട്ടെ, പഴയ നിയമം മുതൽ പുതിയ നിയമം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എവിടെയൊക്കെ അബ്രഹാമിനെ പറയുന്നുണ്ടോ, അവൻ പറയുന്നുണ്ട് അവൻ എന്റെ സ്നേഹിതനാണ്. അബ്രഹാമേ, നീ എന്റെ സ്നേഹിതനാണ്. എന്തെന്നറിയോ, കോടികളുടെ അത്രത്തോളം കോടീശ്വരൻ ഭൂമിയിലുണ്ടോന്ന് അറിയില്ല. ചരിത്രം പഠിച്ചാൽ അറിയാം, കോടികൾ ഉണ്ടായിരുന്നു. എവിടേക്ക് പോകണമെന്നറിയാതെ അപ്പന്റെ ഒരു വാക്ക് കേട്ട് ഇറങ്ങിയവൻ അബ്രഹാം. എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ അബ്രഹാം. ആ സ്വർഗത്തിൽ യേശു പറയാണ്, ഇവൻ എന്റെ സ്നേഹിതനാണ്. ഒരു സ്നേഹിതനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ എന്റെ
മാത്രം മതി. എന്റെ യേശുവേ, എന്റെ യേശുവേ, നിൻ സാന്നിധ്യം മാത്രം മതി. പരിശുദ്ധനേ, നിൻ സാന്നിധ്യം മാത്രം മതി. കഴിഞ്ഞ ദിവസം നടന്ന ലൈവിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പിതാവിന്റെ കാലഘട്ടം, പഴയ നിയമത്തിൽ പിതാവ് എന്നൊരു ഓഫീസ്, ദൈവം ത്രിയേകനാണ്, പക്ഷേ പിതാവ് എന്ന് പറയുന്ന ഒരു ഭാവം, ദൈവത്തിൽ പിതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, പല രീതിയിൽ നമുക്ക് പറയാം. ആ പിതാവ് ഇറങ്ങി വന്നപ്പോൾ പിതാവിന്റെ പ്രവൃത്തിയാണ് പഴയ നിയമം മുഴുവനും നാം കാണുന്നത്. ആ ഇടയ്ക്ക് ചില ആവശ്യങ്ങൾക്ക് ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. മോശയുടെ എൻകൗണ്ടർ ആകട്ടെ, എലിയാവ് എലീശ പ്രവാചകന്മാരുടെ സമയങ്ങളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞ് ലോകത്തിന്റെ വെളിച്ചമായി പുത്രനെ വെളിപ്പെടുത്തിയപ്പോൾ പിതാവിന്റെ പ്രവൃത്തിയെ, അല്ലെങ്കിൽ പിതാവിന്റെ ഉത്തരവാദിത്വത്തെ അവൻ നിറവേറ്റിയതിനു ശേഷം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക. ലോകത്തിന്റെ വെളിച്ചമായവൻ, ലോകത്തിന്റെ ഉപ്പായവൻ. ചുരുങ്ങിയ നാളുകളെ ഉള്ളൂ, പക്ഷേ ഇന്നും ആ പുത്രന്റെ ശുശ്രൂഷയ്ക്ക് പരിധി വെക്കാനോ ഒരു കുറ്റം പറയാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി മേലാൽ കഴിയുകയും മിനിസ്ട്രിയൽ രീതിയിലാണ് ഞാൻ പറയുന്നത്, ശുശ്രൂഷാപരമായി. ഒരു ദൈവികത്വം എന്ന രീതിയേക്കാൾ ഉപരി അവൻ ഇറങ്ങി വന്ന മനുഷ്യത്വത്തെ കുറിച്ച് ഞാൻ പറയുന്നു. അങ്ങനെ ആ ശുശ്രൂഷയിലും ഏകദേശം 33.5 വർഷം ആ ശുശ്രൂഷയിലും ചില സമയങ്ങളിൽ സ്നാനപ്പെട്ട് എഴുന്നേറ്റപ്പോഴും ചില സമയങ്ങളിൽ ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ അവൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. മറ്റൊരു കാര്യസ്ഥൻ അവിടെ നിന്ന് വരാനുണ്ട്. തൃത്വത്തിൽ അവസാനമായി നാം കാണുന്ന, യഥാർത്ഥത്തിൽ അവസാനമല്ല, പക്ഷെ നാം പറയുന്ന തൃത്വത്തിന്റെ അവസാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ തയ്യാറെടുത്ത് നിൽക്കുക. ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. മറ്റൊരു കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളെ സത്യത്തിൽ വഴി നടത്തും. അത് നിങ്ങൾക്ക് ആവശ്യമാണ്, അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ തലമുറയിലാണ് നാം ജനിക്കപ്പെട്ടത്. ആ പരിശുദ്ധാത്മാവിന്റെ തലമുറയിലാണ് നാം. അപ്പൊ പിതാവിന്റെ കാലഘട്ടത്തിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയിലധികം, പുത്രൻ എന്ന ദൈവികത്വത്തിൽ വെളിപ്പെട്ട പ്രവൃത്തിയിലധികം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിലെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ നിൽക്കുന്നവരെന്നാ, പരിശുദ്ധാത്മാവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലോകത്തിൽ നിൽക്കുന്നവനെന്നാ, ആത്മാവിന്റെ ചലനത്തിന് വെളിപ്പെടുത്താൻ വന്നവനെന്നാ. ആ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ പിതാവിനെ പോലെ സൈലന്റ് ആയല്ല വന്നത്. ആ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ പുത്രൻ ഇറങ്ങി വന്നതുപോലെ ഇന്ന് ലോക രാജ്യങ്ങളിൽ അറിയാം. പക്ഷേ അന്ന് ആ പട്ടണത്തിൽ, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ, യെരുശലേമിൽ, ബെഥാന്യയിൽ മാത്രം അറിയപ്പെടുന്ന രീതിയിലല്ല ഇറങ്ങി വന്നത്. പട്ടണത്തെ ഞടുക്കിക്കൊണ്ട് കൊടുങ്കാറ്റ് പോലെ, വലിയ ശബ്ദം പോലെ, ഒരു വലിയ മുഴക്കം പോലെ വീശി ഇറങ്ങി വന്നു. ആത്മാവിന്റെ എൻട്രി എന്നാണ്. അതൊരു മാസ് എൻട്രി ആയിരുന്നു, അതൊരു മാസ് എൻട്രി ആയിരുന്നു. അങ്ങനെ ആത്മാവ് ഇറങ്ങി വന്നത്. ആ ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് നാം നിൽക്കുന്നത്. അങ്ങനെങ്കിൽ പിതാവേ, ആ ആത്മാവിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കുമോ? പിതാവിനോട് ചോദിക്കാമോ, എന്താണ് ആത്മാവിന് എന്നെ കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ ഇഷ്ടം മാത്രം അറിഞ്ഞ് ആ പാത മാത്രം പിന്തുടരാൻ. എന്റെ ഇഷ്ടം വേണ്ട, എന്റെ ലോകത്തിന്റെ താല്പര്യങ്ങൾ വേണ്ട, ലോകത്തിൻ്റെതായിട്ടുള്ളൊന്നും വേണ്ട. എന്താണ് എന്നെ കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം? ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ എന്നെ കർത്താവ് ജനിപ്പിച്ചെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ തലമുറയിൽ ആത്മാവ് പ്രവർത്തിക്കാനുള്ള അവസാനത്തെ നാളുകളുടെ ഉണർവിൽ എന്നെ ജനിപ്പിച്ചെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ? Glorious Lord. ഈ തലമുറയിൽ ഞങ്ങളെ വെളിപ്പെടുത്തിയെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ? ഈ തലമുറയിൽ ഭൂമിയിൽ ഞങ്ങളെ അയച്ചെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ? അതിനനുസരിച്ച് ജീവിക്കാൻ, ആ തലത്തിൽ ജീവിക്കാൻ, ഇതുവരെ വേദപുസ്തകം കണ്ടിട്ടില്ലാത്ത,
ഇതുവരെ ചരിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ വേദപുസ്തകത്തിലും മറ്റു അഭിഷക്തന്മാരോ കണ്ടിട്ടില്ലാത്ത, ഇനിയും എന്നെ അടുപ്പിക്കുമോ പരിശുദ്ധാത്മാവിലേക്ക്? പിതാവേ, ഓ എന്നെ വലിച്ചടുപ്പിച്ചിടുമോ പരിശുദ്ധാത്മാവിലേക്കൻ ദൈവപിതാവേ? ഞാൻ ഒരിക്കലും മാറിടാതെ ആ സാന്നിധ്യത്തിൽ നിന്നും എൻ സ്വർഗപിതാവേ എന്നെ വലിച്ചടുപ്പിച്ചിടുമോ പരിശുദ്ധാത്മാവിലേക്കൻ ദൈവപിതാവേ? ഞാൻ ഒരിക്കലും മാറിടാതെ ഈ സാന്നിധ്യത്തിൽ നിന്നും. അതൊന്ന് ആഴമായി ചോദിക്കണം. എന്നെ വലിച്ചടുപ്പിക്കുമോ അപ്പാ? ആ പരിശുദ്ധാത്മാവിലേക്ക് എന്നെ ഒന്ന് വലിച്ചടുപ്പിക്കുമോ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് ഒരിക്കലും ദോഷമായത് കൊടുക്കത്തില്ല, നല്ലത് മാത്രമേ കൊടുക്കുന്നു. അവൻ മുട്ട ചോദിച്ചാൽ മുട്ട മാത്രമേ കൊടുക്കുന്നുള്ളൂ, തേളിനെ കൊടുക്കുന്നില്ല. പാല് ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പിതാവിനോട് ചോദിച്ചാൽ അവൻ പരിശുദ്ധാത്മാവിനെ അത്രയധികം അപ്പാ, ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണം. ഈ തലമുറയിൽ വെളിപ്പെടുത്താൻ വെച്ചിരിക്കുന്ന മഹത്വത്തെ ഞങ്ങൾക്ക് വേണം. We are ready for that. We are ready for that. ഞങ്ങൾ അതിന് തയ്യാറാ പരിശുദ്ധാത്മാവേ. ആകുശവൻ കയ്യിലേകിടുന്നു ഒരു മാനപാത്രം. ഈ രാത്രി ആ പ്രോസസ് നടക്കട്ടെ. പഴയ തുരുത്തിയിൽ ഒരിക്കലും പുതുവീഞ്ഞ് പകരുന്നില്ല. ഈ തലമുറയുടെ വീര്യമേറിയത് പകരണമെങ്കിൽ പഴയ തുരുത്തി പോരാ, ഞങ്ങളെ പുതിയ തുരുത്തിയാക്കണം. ആ വീര്യമേറിയതിനെ വഹിക്കാൻ, ആ വീര്യമേറിയതിനെ ഉൾക്കൊള്ളാൻ, അതിനെ രാജ്യങ്ങൾക്ക് തുറന്നു വിടാൻ, അതിനെ പട്ടണങ്ങൾക്ക് തുറന്നു വിടാൻ, അതിനെ കുടുംബങ്ങൾക്ക് തുറന്നു വിടാൻ ഒരു പുതിയ പാത്രമാക്കി ഞങ്ങളെ പണിയണം. ഓ കുശവൻ കയ്യിലേകിടുന്നേ, ഓ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയ പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിന മെനഞ്ഞിടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിന മെനഞ്ഞി. ആകുശവന്റെ കയ്യിലേക്ക്, ആകുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിയിടണേ. ആകുശവൻ കയ്യിലേകുന്നിതാ. എന്നെ വലിച്ചടുപ്പിക്കുമോ? എന്നെ വലിച്ചടുപ്പിച്ചിടുമോ പരിശുദ്ധാത്മാവിലേക്കൻ ദൈവപിതാവേ? ഞാൻ ഒരിക്കലും മാറിടാതെ ആ സാന്നിധ്യത്തിൽ നിന്നും എൻ സ്വർഗപിതാവേ എന്നെ വലിച്ചടുപ്പിച്ചിടുമോ പരിശുദ്ധാത്മാവിലേക്കൻ ദൈവപിതാവേ? ഞാൻ ഒരിക്കലും മാറിടാതെ ആ സാന്നിധ്യത്തിൽ നിന്നും എൻ സ്വർഗപിതാ. ഈ ലോകം വേണ്ട എനിക്ക്, ഈ ലോകം വേണ്ടായേ, എന്നിഷ്ടം. ആ വാക്കുകളൊന്ന് ഡിക്ലെയർ
പറക്കാൻ, ഓ കുടുംബ സമാധാനത്തിന്റെ ഉന്നതിയിൽ പറക്കാൻ, ദൈവസ്നേഹത്തിന്റെ ഉന്നതിയിൽ പറക്കാൻ ഞങ്ങളെ ഈ തലമുറയിൽ ജനിപ്പിച്ച അങ്ങേക്ക് നന്ദി അമ്മ. നീ എന്റെ സങ്കേതം, ഓഹോ നീ എന്റെ സങ്കേതവും, നീ എന്റെ കോട്ട, നീ എന്റെ കോട്ടയും, നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ ദൈവം. പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം.
നദിയിൽ സാന്നിധ്യം. ആരോരുമില്ലാതെ അലയുന്ന നേരത്തിലും സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ അലയുന്ന വേളയിലും സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ല. സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല. നീ കൂടെ പോരുന്നില്ലേ എനിക്ക്. സാന്നിധ്യമില്ലെങ്കിൽ ഞാനൊന്നുമില്ലപ്പാ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ല. സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി നാഥാ. നാഥാ നിൻ സാന്നിധ്യം മതി നാഥാ. നാഥാ നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. ഓ സാന്നിധ്യം എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും. വേർപിരിയില്ല ഇനി ഞാൻ. എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ
സ്നേഹം മാത്രമാണ് മരണം കൊണ്ടും നിലനിൽക്കാത്തത്, മരണം കൊണ്ടും അവസാനിക്കാത്തത്. മരണത്തിനപ്പുറം നിലനിൽക്കുന്നത് ആ സ്നേഹം മാത്രമാണ്. ഒരിക്കലും വേർപിരിയില്ലപ്പാ. ഞാൻ നിൽക്കുന്ന സ്ഥലം, ഞാൻ നിൽക്കുന്ന പട്ടണം, ഞാൻ നിൽക്കുന്ന രാജ്യം, ഇതൊക്കെ മാറിപ്പോവും. ഇതൊക്കെ വാക്ക് മാറ്റിയ ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, അബേദ്നെഗോവിനെ പോലെ ഞങ്ങൾ പറയുന്നു, എന്ത് ക്ലേശം വന്നാലും ഞാൻ നിന്നെ പിരിയില്ല. എത്ര പേർക്ക് ആ തീരുമാനം ഒന്നുകൊണ്ടൊന്ന് പുതുക്കാമോ? അബ്രഹാമും എവിടെ പോയാലും യാഗപീഠം പണിയുമായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ യാഗപീഠം പണിയുമായിരുന്നു. അതുപോലെ നമുക്കൊന്ന് പറയാം, ഞാൻ നിന്നെ പിരിയില്ല. എന്ത് ക്ലേശം വന്നാലും ഞാൻ നിന്നെ പിരിയില്ല. വിട്ടു പിരിയാത്തൊരു ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ. ഈ നല്ല രാത്രിക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ ലൈവുകളിലെല്ലാം ശക്തിയേറിയ ഒരു ആരാധനയുടെ പകർച്ച, സൗഖ്യത്തിന്റെ പകർച്ച, ദൈവിക ബലം, ദൈവിക ധൈര്യം, ദൈവിക പുത്രത്വം ഇതൊക്കെ വെളിപ്പെടുന്നു. ഈ തലമുറയ്ക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ വളരെ കോമൺ ആയിരിക്കും. കാരണം അത് സ്വർഗരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ നാം നോക്കിയാൽ നമ്മുടെ സേവകാത്മാക്കന്മാരാണ് ദൂതന്മാർ. വളരെ 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 കോമൺ ആകും. അടുത്ത തലമുറയ്ക്ക് അത് അങ്ങനെ സംഭവിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ഉറപ്പിക്കുകയാണ്. എൻഡ് ടൈം റിവൈവൽ ഈ പേജിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച അഭിഷക്തന്മാർ, പ്രത്യേകിച്ച് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സ്നേഹിതനായ പാസ്റ്റർ ഗ്ലാഡ്സൺ തോമസ്, ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവ മനുഷ്യൻ, വളരെ നന്ദിയുണ്ട്. എന്നോടൊപ്പം ഇരിക്കുന്നത് ബ്രദർ ജിബിൻ, വളരെ ശക്തനായ ഒരു വർഷിപ്പ് ലീഡറാണ്, അഭിഷക്തനാണ്. ബ്രദർ ജോബിൻ, വളരെ ശക്തനായൊരു വർഷിപ്പ് ലീഡർ മാത്രമല്ല, ബൈബിൾ കോളേജിൽ പഠിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു അഭിഷക്തനാണ്. പ്രത്യേകിച്ച് എന്നോട് എപ്പോഴും ഉണ്ടാകുന്ന ബ്രദർ സച്ചിൻ, അദ്ദേഹം വളരെ ശക്തനായ ഒരു ദൈവ മനുഷ്യനാണ്. സ്വഭാവം കൊണ്ടും രീതികൾ കൊണ്ടും വളരെ വ്യത്യസ്തനായി അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കഴിഞ്ഞ തലമുറകളിൽ മണിക്കൂറുകൾക്ക് 1000 രൂപ വരെയും പെർക്യൂഷനിസ്റ്റായി സഞ്ചരിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചിട്ട് ആ സാന്നിധ്യത്തിലേക്കൊന്ന് അലിഞ്ഞു ചേരാൻ ഇറങ്ങിയ ബ്രദർ സച്ചിൻ, ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. ഈ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത ദൈവ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൂതന്മാരുമായി എൻകൗണ്ടറുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ദിവസങ്ങൾ കഴിഞ്ഞുടനെ നിങ്ങൾക്കൊരു പുറപ്പാടുണ്ടാകും. ഇസ്രായേൽ ജനം അടിമനുകം വിട്ട് വന്നുടനെ അവർക്ക് പുറപ്പാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യെരുശലേമിൽ മാളിക മുറിക്കകത്ത് കൂടിയിരുന്ന ഭയന്നും വിറച്ചും പേടിച്ചും ഇരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു, ഒരു പുറപ്പാടുണ്ടായിരുന്നു. ആരൊക്കെ സ്വർഗവുമായി കൂട്ടിമുട്ടിയോ, ആരൊക്കെ തേജസ്സുമായി കൂട്ടിമുട്ടിയോ, ആരൊക്കെ അഭിഷക്തന്മാരുമായി കൂട്ടിമുട്ടിയോ, ആരൊക്കെ പരിശുദ്ധാത്മാവുമായി കൂട്ടിമുട്ടിയോ, അവർക്കെല്ലാം ഒരു എൻകൗണ്ടർ ഉണ്ട്. സോറി, ഒരു എക്സോഡസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, there is a encounter before the exodus. ഒരു പുറപ്പാടിന് മുൻപ് നിങ്ങൾക്കൊരു എൻകൗണ്ടർ, ഒരു കൂട്ടിമുട്ടലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രികൾ അതിൻ്റെതാകട്ടെ. നമ്മുടെ സ്വഭാവം പോലും ക്രിസ്തുവിൻ്റെ സ്വഭാവമായി മാറട്ടെ. നമ്മുടെ ഭാവം പോലും ക്രിസ്തുവിൻ്റെ ഭാവമായി മാറട്ടെ. നമ്മുടെ ചിന്തകൾ പോലും ക്രിസ്തുവിൻ്റെതായി മാറട്ടെ. നമ്മുടെ നിരൂപണങ്ങൾ ക്രിസ്തുവിൻ്റെതാകട്ടെ. നമ്മുടെ ഭാവങ്ങൾ ക്രിസ്തുവിൻ്റെതാകട്ടെ. സകലതും ക്രിസ്തുവിൻ്റെതാകട്ടെ. ഈ രാത്രി വളരെ വ്യത്യസ്തമാകട്ടെ. ഞങ്ങളത് പ്രഖ്യാപിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിന് ഇത് വ്യത്യസ്തമാകട്ടെ. UAEക്ക് ഇത് വ്യത്യസ്തമാകട്ടെ. യൂറോപ്യൻ കൺട്രികളിൽ ഇത് വ്യത്യസ്തമാകട്ടെ. ഭാരതത്തിന് ഇത് വ്യത്യസ്തമാകട്ടെ.
കുടുംബത്തിന് അത് വ്യത്യസ്തമാകട്ടെ, സഹോദരങ്ങൾക്ക് അത് വ്യത്യസ്തമാകട്ടെ, അഭിഷക്തന്മാർക്ക് അത് വ്യത്യസ്തമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളത് വിശ്വസിക്കുന്നപ്പാ. ഈ രാത്രി സകലരെയും വഹിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. ഈ രാത്രി അവരുമായി ഒന്ന് കൂട്ടിമുട്ടണമേ. ഈ രാത്രി അവരുമായി എൻകൗണ്ടർ ഉണ്ടാകണമേ അപ്പാ. താങ്ക് യു യേശുവ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.